ഇമെയിൽസ് ഇപ്പോൾ നമ്മളെ ജിമെയിലൊക്കെ ഫുള്ള് നിറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പണ്ടത്തെ കാലത്ത് നമുക്കിങ്ങനെ ഈ പത്രങ്ങൾ, അതല്ലെങ്കിൽ ഇങ്ങനെ മാഗസീൻസ്, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വാട്സപ്പിൽ ഫോർവേഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, നമ്മളെ കോമഡി പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ മെയിനായിട്ട് ഡാറ്റയുടെ കാരണം ചിത്രങ്ങളോ അല്ലെങ്കിൽ ഈ ആർട്ടിക്കിൾസ് അങ്ങനെയൊക്കെ ഷെയർ ചെയ്തിട്ട് വരുമായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് ഡിലീറ്റ് ചെയ്യാൻ നോക്കി. അപ്പോൾ പഴയ ഒരു ഇത് കണ്ടപ്പോൾ വെറുതെ അങ്ങനെ എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ഒന്ന് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നാന 2010 നാനയാണ്, അതായത് 15 വർഷം ആയിരുന്നു. അല്ലു അർജുൻ്റെ ഇത് മമ്മൂക്ക എന്തൊരു സുന്ദരൻ, പണ്ടും അതന്നെ ഇരുന്ന പരിപാടി. മമ്മൂക്ക സുന്ദരൻ, ഇത് പരസ്യം ജോയിൻ്റ് ഫ്രീ. ഇതെന്താ MG ശ്രീകുമാറിൻ്റെ അണ്ടിപ്പരിപ്പ് വെക്കുക. ഇന്ത്യൻ ക്യാഷു, ഇത് കീർത്തി ചക്ര, കുരുക്ഷേത്ര എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മേജർ രവി അവതരിപ്പിച്ച് മേജർ മഹാദേവനായിട്ട് മോഹൻലാലിന് അഭിനയിക്കുന്ന കാണ്ഡഹാർ. അമിതാഭ് ബച്ചനൊക്കെ ഉണ്ട് ഇതിൽ, പക്ഷെ പടം പൊട്ടിപ്പോയി. ഇതാ അമിതാഭ് ബച്ചൻ. അതുപോലെ ഇവൻ്റെ പേരെന്താ, ഗണേഷ് വെങ്കിട്ടരാമൻ ഇവണ്ട്. പിന്നെ രാഗിനി ത്രിവേദി ഉണ്ട്. മമ്മൂക്ക എന്തൊരു സുന്ദരൻ, ഇതാണ് നമ്മൾ കാലം കാത്തിരുന്ന വാർത്ത. ഇപ്പോഴും ഒരു മാറ്റമുള്ള ആൾക്കാർക്ക്. ഇതേതാ പടം, ടൂർണമെൻ്റ് എന്ന് പറഞ്ഞ പണ്ടൊരു പടം ഉണ്ടായിരുന്നു. ഫഹദ് ഫാസിലൊക്കെ ഉണ്ടായിരുന്നില്ലേ ഈ പടത്തിൽ. ഫഹദ് ഫാസിലിൻ്റെ നിന്ന് പോസ്റ്റർ ഇല്ലേ? ഇതാ വലത്തെ മൂലക്ക് നോക്കുന്നു, ഫഹദ് ഫാസിൽ. ദാമ്പത്യ ജീവിതത്തിൽ ദുഃഖിതരാണെങ്കിൽ റോയ് മെഡിക്കൽ സെൻറ്റർ ഇപ്പോഴുണ്ടെങ്കിൽ പോയി നോക്കുക. കാരണം ഇത് 15 വർഷം മുമ്പത്തെ വാർത്തയായ കാരണം ചിലപ്പോൾ ദുഃഖം മാറി അദ്ദേഹം പോയിട്ടുണ്ടാവും. കാരണം 15 വർഷമായി പ്രവർത്തനം തുടങ്ങുമ്പോൾ ദുഃഖം സ്വാഭാവികമായിട്ട് മാറിയിട്ടുണ്ടാവുമല്ലോ. ഹൃദയസ്പർശി, മാതൃക, ഹിറ്റ് മേക്കർ റെക്കമെൻഡ്, വായനക്കാരുടെ പേജ്, ചാനലുകൾ ചൂഷണ മാധ്യമങ്ങളായി മാറുന്നു. ഞാനൊക്കെ ഇപ്പോൾ പ്രിൻ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അന്നൊക്കെ ഇതിൻ്റെ ഒരു പ്രിൻ്റ് മീഡിയയുടെയൊക്കെ ഏകദേശം എൻഡ് സ്റ്റേജ് ആയിരുന്നു. പണ്ടൊക്കെ നമ്മുടെ ഒറ്റപ്പാലം ഏരിയയിലൊക്കെ ഷൂട്ടിങ്ങൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ പോകുമ്പോൾ സുഖമായിട്ട് കയറാം. മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ആരുത്തും. അപ്പോൾ ഉണ്ട് വളരെ കുറവ്, അങ്ങനെ ഫോട്ടോഗ്രാഫിക് മൊബൈൽസും അങ്ങനെ ഒന്നും അധികം ഉപയോഗിക്കുന്നില്ലല്ലോ ആൾക്കാർ. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കയറാം. കുറേ ഷൂട്ടിങ്ങിനൊക്കെ പണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന പറയുക, ഒരു ഐഡിയ, ഞാന അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വാരിക വാങ്ങിച്ചു പോകും. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഇതെടുത്ത് വായിച്ചു നോക്കും, ഫ്രീ ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അപ്പോൾ അങ്ങനെ അവരടുത്ത് ചെറിയ കമ്പനിയൊക്കെ ആവാം ആ സമയത്ത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് കമ്പനിയാകാം. ലൈക്ക് 100,000 ഫോളോവേഴ്സ്, K ഫോളോവേഴ്സ്. ആഴക്കടലിലേക്ക്, കലാമണി, മേഘനാഥൻ ഒക്കെ ഉള്ള സമയത്തെ ഒരു പടമാണ്. ഇപ്പോൾ രണ്ടുപേരില്ല. മഴയുടെ നിറഭേദങ്ങൾ, GV പ്രകാശ് വിവാഹിതനാകുന്നു. നോക്കിയോ, 15 വർഷത്തിന് ശേഷം അദ്ദേഹം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ ഡൈവേഴ്സിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളിയായ സൈന്ധവി, മലയാളിയായ സൈന്ധവിയാണോ കല്യാണം കഴിച്ചു? മലയാളിയാണോ സൈന്ധവി? അതെനിക്കറിയില്ലായിരുന്നു. ക്ലോക്ക് വൈസ്, സമയത്തിന് പിന്നാലെ സഞ്ചരിച്ച് ഘടികാര സൂചി പോലെ കറങ്ങേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ കഥ പറയുന്നത്. മനുഷ്യൻ്റെ കഥ പറയാൻ ആർക്ക് താല്പര്യം? ഇതാര ഹണി റോസോ? കതിർ. ഹണി റോസ് ഉദ്ഘാടനത്തിന് മുമ്പ്, ഹണി റോസ് ഉദ്ഘാടനത്തിന് ശേഷം. ഗന്ധർവിലെ പൊള്ളലും ചുംബനവും, താമരശ്ശേരി ടു തായ്ലൻഡ്, അതിലും ഫഹദ് ഫാസിലുണ്ടോ? കൃഷ്ണ തുളസി കപ്സറും, മഹാദേവൻ്റെ കാണാക്കൊമ്പത്ത്, മഹാദേവൻ്റെ കാണാക്കൊമ്പത്ത്. ഇതിലത്തെ അക്ഷരസ്ഫുടതയൊക്കെ വളരെ കുറവാണ്. മലയാളം കുരച്ച് അരിയും. മുൻ മുഖ്യമന്ത്രിയുടെ ഭാര്യയായ നടി, കുമാരസ്വാമി ഉണ്ട്, നമ്മുടെ ഒരു കർണാടക ജനതാദൾ. ഇവരൊരു ചിന്ന വീട് ഇருக்கு. അതിൽ കർണാടകയിലാകുമ്പോൾ കന്നഡയിൽ പറയണം. കന്നഡയിൽ ചിന്ന വീടിനെ എന്നെ പറയുന്നു പറഞ്ഞിരുന്നത്. നയൻതാര സീതയാകുന്നു, പ്രതിഷേധം വിരമ്പുന്നു. ബാലകൃഷ്ണക്ക് രാമനെ വെച്ചാൽ നയൻതാരക്ക് എന്തുകൊണ്ട് സീതയ്ക്കൂടാ? ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഒരു നടിയുടെ ഒളിച്ചോട്ടം. ഗോസിപ്പ്. കൈതപ്പുറത്തിൻ്റെ മഴവില്ലിന് അറ്റം വരെ. കൈതപ്പുറം പണ്ട് പാകിസ്ഥാനി ആക്ടേഴ്സിനൊക്കെ വെച്ചിട്ട് ഏതൊരു പടം ചെയ്തിരുന്നു. പ്രൊഡ്യൂസറുടെ ഭാഗ്യം. വാഴൂർ ജോസാണ് അന്നും PR. ഇന്നും PR പുതിയ ആൾക്കാർ കുറേ വന്നിട്ടുണ്ട്.
ഇത് മന്മഥൻ അമ്പ് എന്ന് പറഞ്ഞൊരു പഴയൊരു പടം ഉണ്ടായിരുന്നു. മാധവൻ, തൃഷ ആൻഡ് കമൽ ഹാസൻ. നീല വാനിൽ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് മാധവൻ. വേറെ ആരൊക്കെ ഉണ്ട് തോന്നുന്നു. ഫുക്ക അവാർഡ് നമ്മുടെ അമേരിക്കയിലുള്ള ഏതെങ്കിലും ടീമുകൾ പല പല അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലത്തെ എന്തെങ്കിലും പേരാണോ ആർക്കറിയാം. ലോകത്തിലെ വലിയ കപ്പലാണ് ഇത് ചിത്രീകരിച്ചത്. പൂർണ്ണമായും ഡിജിറ്റൽ ക്യാമറ ഷൂട്ട് ചെയ്തിരിക്കുന്നു. എന്താല്ലേ. പണ്ടൊരു മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നു. അവരുടെ എന്തൊക്കെയാണ് കേരള ശബ്ദം എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടൊരു ചെറിയ ഇവരെ ഈ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ചെറിയൊരു മഞ്ഞ ടൈപ്പ് സാധനം ഉണ്ടായിരുന്നു. നല്ല ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. എന്നാൽ മഞ്ഞ ഉണ്ടായിരുന്നു. ചില്ലറ മഞ്ഞ, ഇളം മഞ്ഞ. ഞാൻ അഭിനയിച്ച സിനിമയിലാണ്, പരസ്യ ചിത്രത്തിലല്ല. ബാല. ബാല എന്നാ പൊട്ടനാ. ലൈംഗിക ഉത്തേജന മോഡലെ ശ്വേത. ശ്വേത എന്ന് എഴുതിയത് ശരിയാണോ? ശ്വേത. കയം കോടതിയിലും വനിതാ കമ്മിറ്റിയിലും ഒക്കെ കൊടുത്തു. വനിതാ കമ്മീഷൻ. പക്ഷെ എന്നിട്ട് അതന്നെ മറ്റേ ഹെഡിങ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അല്ലു അർജുൻ്റെ കല്യാണം കഴിഞ്ഞോ? ഇപ്പം 2 കുട്ടിയായി എന്ന് തോന്നുന്നു. അല്ലു അർജുൻ അന്ന് ഇന്നും മുടിയുടെ സ്റ്റൈല് വെച്ചിട്ടാണ് ഏത് പടം എന്ന് മനസ്സിലാവുള്ളൂ. കഥയൊക്കെ ഒരേപോലെ തന്നെ. പണ്ടത്തെ കാര്യമായിട്ട് പറഞ്ഞു. ഇപ്പോൾ കഥ ഉണ്ടോ പടത്തിൽ അറിയില്ല. തെലുങ്കിലൊക്കെ കഥയൊക്കെ എഴുതി തുടങ്ങിയോ? ചർമ്മ സന്ദർശനത്തിന് രാധാസ്. അനന്തപുരിക്ക് ഇത് സിനിമാക്കാലം. അനന്തപുരിയൊക്കെ പോയി. ഇപ്പോൾ മട്ടാഞ്ചേരി. ചില പാർട്ടിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മഡഞ്ചേരി മാഫിയ അനന്തപുരിയിലുണ്ട്. ചില്ലറ അണ്ണായാസ് അലക്കന വ്യത്യസ്തമായൊരു സോപ്പ്. രാധാസ് വാഷിംഗ് ഷോപ്പ്. ഇപ്പോൾ ഈ വാഷിംഗ് മെഷീനൊക്കെ വ്യാപകമായപ്പോൾ സോപ്പുകളൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്ന കുറേ ആൾക്കാരുണ്ടെങ്കിലും ഡിമാൻഡ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. എപ്പോഴാണ് ഇതാരാണ് സീരിയൽ മടുത്തു, ഇനി സിനിമ മതി നോക്കിയിരുന്നപ്പോൾ കിട്ടും. സീരിയൽ നടൻ ഹരിജിത്ത് വിവാഹിതനായി. ഹരിജിത്തിന് എല്ലാവിധ ആശംസകളും. എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. 5 വർഷത്തിന് ശേഷമല്ലേ എന്ത് സംഭവിക്കാം. കല്യാണം ജീവിതമല്ലേ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഫ്രണ്ട്ഷിപ്പും കിക്ക് ബോക്സിങ്ങും രണ്ടും കൂടി ഇങ്ങനെ ഒരുമിച്ച് നടക്കുന്നത്. വിജി തമ്പിയുടെ നാടകമേ ഉലകം. വിജി തമ്പി, വിനു മോഹൻ ഇവരൊക്കെ എവിടെ? തിരിച്ചു വരൂ, നിങ്ങളെ കാത്തിരിക്കുന്നു. ഇന്ദ്രൻസ് ജഗതി ഇല്ല. ജനാർദ്ദൻ ഇപ്പോൾ ആക്റ്റീവ് അല്ല എന്ന് തോന്നുന്നു. ഇന്ദ്രൻസും ജഗദീഷും. ശരണ്യ മോഹനും കല്യാണം കഴിഞ്ഞ് അഭിനയം നിർത്തി. സിനിമയിൽ പ്രധാന ഘടക അഭിനേതാക്കൾ തന്നെ. യാരിത് പറയുന്നത്? മണിരത്നൻ്റെ ബീവിയാ. മലയാളികൾ കാത്തിരിക്കുന്ന 2 ശുഭദിനങ്ങൾ. 1/15. അപ്പോൾ ജ്യോതിഷരത്നം, കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള, ചെറിയ വെടി വലിയ വെടി, വരവേൽക്കാം നമുക്ക് അന്നബെല്ലയെ. അന്നബെല്ല എന്ന് പറഞ്ഞിട്ടുള്ള പടം പഴയ നമ്മുടെ നടിമാരൊക്കെ കൂടിയിട്ട് ഉദ്ഘാടിക്കുന്നു. അതൊക്കെ അറിഞ്ഞവർ പറയുക. ഞാൻ കേട്ടിട്ടില്ല. കാനാടി ചാത്തന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഈ സംഗതി. പരസ്യം തൃശ്ശൂരിലുള്ളതെന്ന് തോന്നുന്നു. യെസ്, നമ്മൾ അത് കാഞ്ഞാണിയാണല്ലേ? അത് പുതിയ മഠം. കാഞ്ഞാണി വേറെ കാനാടി വേറെ അറിയില്ല. ഓർഡിനറി ഇത് ഹിറ്റായിട്ടുള്ള പടമാണ്. ആസിഫ് അലി ഒക്കെ ഉള്ള ഒരു പടം. സുഗീത് സംവിധാനിച്ച പടം. ഇത് അമല പോൾ. ക്യാമ്പസ് സുന്ദരി. ഇപ്പോൾ ക്യാമ്പസൊക്കെ പോയി. അരക്കള്ളൻ മുക്കാൽ കള്ളനിൽ മമ്മൂട്ടിയും ദിലീപും. ആ പടവും പിന്നെ ഇറങ്ങിയില്ല. ഇതുകൊണ്ട് പിന്നെ അതിൻ്റെ ഡേറ്റൊക്കെ വെച്ചിട്ടാണ്. കമ്മത്ത് റാത്ത കമ്മത്ത് ഞാൻ കൊടുക്കണു ഏറ്റയ്യോ. മോഹൻലാലില്ലാത്ത നാനിയോ. ചൈന ടൗൺ ഇതൊക്കെ ആരുടെ മലയാളം എഴുതാണ്? ടൗണ്, ഹൈദരാബാദ് ഒക്കെ തെറ്റാണല്ലോ റബ്ബേ. അഴകപ്പൻ സംവിധാനം ചെയ്യുന്ന സിനിമ. അഴകപ്പൻ ഏതൊരു പടം സംവിധാനം ചെയ്ത്. ഇത് വേറെ. ഇത് ഷാഫിയും മരിച്ച്. പിന്നെ ഭാവന ബിജു മേനോൻ. സോളമൻ്റെ സിനിമ മോഹം. കുഞ്ഞാട്, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. എന്താ കുഞ്ഞാട്? പഴയ ജനപ്രിയ. അച്ഛൻ സ്റ്റൈൽ മന്നൻ. അച്ഛൻ സ്റ്റൈൽ മന്നൻ. മകൾ അതിലും ഒരു പടി മുന്നിൽ. ആര്? ഞാൻ വിചാരിച്ച് രജനീകാന്തിൻ്റെ മകളാണ്. അത് വേറെ
ഏതൊരു ആളാണ്. ദേശീയ അവാർഡ് ജേതാവായ അഗത്യൻ്റെ മകളാണ് വിജയലക്ഷ്മി. അഗത്യൻ ആരെന്ന് എനിക്ക് தெரியாத. ദാമ്പത്യ ജീവിതത്തിന് വേറെ, ഇപ്പോൾ സന്താന ലബ്ധിക്ക് വേറെ, അങ്ങനെ ഇതെല്ലാം ഏകദേശം കഴിഞ്ഞു. കാസർഗോഡ് എന്താ ഓർക്കണേ? കാസർഗോഡ് ഇത്രയും കഷണ്ടികളുണ്ടോ? നല്ല മൊഞ്ചന്മാരാണല്ലോ അവിടെ. ഇത്രയും കഷണ്ടികളുണ്ടെങ്കിൽ അറിയില്ല.